റേഡിയോയിലുള്ളതെല്ലാം ഗ്യാങ്സി വാടാ അകത്തോട്ട് വാ. പോയിട്ട് ഞാൻ വരണോ? വേണ്ട. ബാക്കിയുള്ളതൊക്കെ എവിടെ? റേഡിയോയിലുള്ളവര് റേഡിയോ കള്ളത്തിലുണ്ടല്ലോ ഇതല്ല കാമുകയും കിട്ടിയുണ്ട്. ഒരു സെക്കൻഡേ. ഹലോ 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 ആരാ? ഇല്ല, ആരാണ്? എന്നാ തപ്പി കണ്ടുപിടി. പറ്റൂല്ലോ നോക്കട്ടെ. ഇതാരാ? പേരെന്താ? അതല്ലേ തപ്പി കണ്ടുപിടി. നമ്മൾ ഇതിനു മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനൊക്കെ ചോദിച്ചാ ഉണ്ട്. എത്ര നാളായിട്ടുണ്ടാവും നമ്മൾ മീറ്റ് ചെയ്തിട്ട്? മീറ്റ് ചെയ്തിട്ട് അധികം ഒന്നും ആയില്ല. ദിവസം കുറെ പേരെ കാണുന്നില്ലേ. എന്തിനായിരുന്നു വിളിച്ചത്? അല്ല, ഞാൻ 2-3 ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നു. അപ്പൊ ഇന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ വിളിച്ചു നോക്കിയതാ. അപ്പൊ ഫോൺ എടുത്ത്. ഓ, ഞാനിപ്പോ ഉണ്ട്. ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചില്ല. ഓ, അങ്ങനെ. ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ അങ്ങോട്ട് പേര് പറഞ്ഞേ വിളിക്കുള്ളേ. ഞാൻ അങ്ങോട്ട് പേര് പറഞ്ഞു വിളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? പേര് പറഞ്ഞു വിളിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഞാൻ വിളിച്ചോളാം. ഞാനിപ്പോ ഒരു ഹണി ട്രാപ്പിൽ നിന്ന് ജസ്റ്റ് മിസ് ആയതുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരത്തേന് എനിക്ക് പെണ്ണുങ്ങൾ ട്രോമയാ. കട്ട് ചെയ്തവര്. ഹലോ. ഏത് വണ്ടി? പറഞ്ഞോ. എന്തിട്ട് എന്താണോ അടുത്തത്? ഇങ്ങോട്ട് വേടാ. ബാക്കിയുള്ളവര് ഗ്യാങ് ഡ്രസ് ഒന്നല്ല. നിങ്ങള് ചന്ദ്രന്റെ കത്തിപ്പോവാൻ തോന്നുന്നു ഗൈസ്. ഇരിക്കുക എല്ലാരും ഇരിക്കല്ലേ. നമ്മുടെ മിസ്റ്റർ എക്സിന്റെ ഇതൊന്ന് മീറ്റിംഗ് ഒന്ന് കൺഫേം ആക്കണേ. ഞാനൊന്ന് വിളിച്ചു പറയാം. ഇതായാലും അറക്കളല്ലോ അല്ലേ? എന്താണോ വില്ലോരെ? ഇവർക്കൊരു ഗ്യാങ്ങായി പ്രഖ്യാപിച്ചു. സത്യം, ഇവിടെ ഒരു ഗ്യാങ് മീറ്റിംഗ് വിളിച്ച് ഇത്ര ആൾക്കാരില്ലല്ലേ? പറഞ്ഞോ. കേക്കാം. പറഞ്ഞോ സജി. അപ്പൊ എന്നാല് ഞങ്ങളിപ്പോ ഇവിടെ കുറച്ച് ദിവസമായിട്ടുള്ളൂ കേറിയിട്ട്. നിങ്ങളെ പരിചയം വന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് കുറച്ച് സമയം കിട്ടിയത്. നിങ്ങള് മറ്റേ തുടങ്ങിയല്ലേ? അപ്പുറത്തായിരുന്നു. അപ്പൊ ഞങ്ങള് ഇതുപോലെ ഇവിടെ ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ച്. ഇതുപോലെ ഇപ്പൊ ഏകദേശം ഒരാഴ്ചയായുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ കഴിച്ച പ്രാവശ്യം എന്നോലെ അണ്ണന്റെ ബർത്ത്ഡേ സമയത്ത് അപ്പന്റെ ഒരു വാക്ക് കേട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങള് വിചാരിച്ച് ഇങ്ങോട്ട് വരാം. അണ്ണനും ഇവിടെയാണ്, നിങ്ങളെല്ലാരും ഇവിടെയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടാവോ ഇനി? ഹലോ. ആള് കത്തിപ്പോയാ? കത്തിപ്പോയെന്നായിരുന്നു. ചന്ദ്രനാണ്. അതെ, ചന്ദ്രനാണ്. ആൾക്കാരാണ്.
അണ്ണ പുറത്തൊരു കോള് വന്നിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ കുഴപ്പമില്ല പറഞ്ഞു അപ്പൊ ഇന്നപോലെ അങ്ങനെ ഇപ്പൊ ഇവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി, ഞങ്ങളെ കൂടെ ഉണ്ട്. ഓ പിന്നെ എടാ എല്ലാരും ഒന്ന് പേര് പരിചയപ്പെടുത്തി കൊടുക്കാണെങ്കിൽ. അതെ ഞാൻ നിങ്ങളെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. എന്നെ അറിയായിരിക്കും, സജീവൻ എനിക്കറിയാം. പിന്നെ എല്ലാരും പേര് പറയടാ. അണ്ണാന്റെ പേര് തമ്പി എന്നാണ്, കടയാടി തമ്പി എന്നാണ്. കടയാടി തമ്പി. ഓക്കെ. ഞാൻ ഹാവോക് 69. ഓക്കെ. അലക്സാണ്ടർ. വർക്കിമോൻ. ഓക്കെ. ഞാൻ ഡേവിഡ് കാഞ്ഞാണി. ഹായ് ഡേവിഡ്. ഹായ്. വാസുണ്ണ, ഞാൻ മാർക്കോ റൊസാരിയോ. ഞാനന്ന് നേരത്തെ വിളിച്ചിരുന്നത്. ആണല്ലേ? അതെ. മാർക്കോ റൊസാരിയോ. കിടിലം പേരൊക്കെ ആണല്ലോ. കുറുപ്പിനൊരു എതിരാളി ആയില്ലാണ്. ഹായ് ശശി. ഹായ്. സത്യമില്ല മോനെ. കുറുപ്പിനൊരു എതിരാളി. അതെ. എന്താ പേരെന്താ? കുപ്പി. ഹായ് കുപ്പി. ഹായ്. ഹായ്ഡാ. ഹായ്. എന്താ ഇടിവെട്ട് പൈലിയാ? ഓ ഹായ് ഇടിവെട്ട് പൈലി. ഹായ്. അപ്പൊ നിങ്ങള് അപ്പൊ ഇനി തൊട്ട് ബി പി. ഹായ്. എല്ലാരും ആയോ? പേര് പറഞ്ഞ അപ്പൊ തന്നെ കത്തിപ്പോയേട്ടാ. ഞാൻ വിമലൻ. വിമലിന് ഒന്നുകൂടെ സംസാരിച്ചേ. ജസ്റ്റ് സംസാരിച്ചേ. വിമലൻ എന്തേലും ഒന്ന് കണ്ടിന്യൂസ് കുറച്ചേരം സംസാരിച്ചേ. എന്താണ് ചുമ്മാ എന്തേലും എന്റെ അടുത്ത് ചോദിച്ചേ. എന്തേലും അണ്ണ സുഖാണോ? സുഖമാണ്. നിനക്ക് സുഖമാണോ? അല്ല ഇത് എനിക്ക് ഞാൻ തെരഞ്ഞെടുക്കുന്ന ഒരു വിമലിനുണ്ട്. അതാണോ എന്ന് ജസ്റ്റ് നോക്കിയത്. അല്ലല്ല വെടിപ്പുര വിമൽ എന്നാണോ? ആളല്ല. അപ്പൊ നമ്മള് മെയിനായിട്ട് ഞങ്ങള് സത്യം പറഞ്ഞ നമ്മളിപ്പോ ഇവിടെ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയിലായിരുന്നു. അപ്പൊ നമുക്കിപ്പോ ഇതുവരെ അതിങ്ങനെ നോക്കി നടത്തുന്ന ഒരു ടീമിനെ ഇതുവരെ സെറ്റ് ആയിട്ടില്ല ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ അതിന്റെ ലൈക്ക് അത് എങ്ങനെ നിങ്ങളെ ഏൽപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് പറയാം. എനിക്ക് സജിമോനെ നമ്പർ ഒന്ന് തരുമോ? ഒന്ന് ഷെയർ ചെയ്യാമോ? LCU കൺഫേം ഇവിടെ നിന്ന്. ഇതൊക്കെ കണ്ടന്റ് ഐഡിയാസ് അല്ലേ? ഓക്കെ കിട്ടി. അപ്പൊ എന്താ നമ്മള് ആക്ച്വലി ഇന്ന് അതിന്റെ മീറ്റിങ്ങിന് കാര്യങ്ങളൊക്കെ നമ്മളിന്ന് പോകാൻ തുടങ്ങുവാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ടീം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ചന്ദ്രന്റെ പിള്ളേർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ എപ്പോഴും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. സോ അപ്പൊ നിങ്ങൾക്കും സിറ്റിയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് സമയത്താണെങ്കിലും ഇവിടെ വരാം. ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും കൂടെ. ഇപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും അപ്പൊ നിങ്ങളും അതുപോലെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അറിയാതെ തന്നെ ഞങ്ങള് ചെയ്യുന്നുണ്ടോ? ഇന്നലത്തെ കാര്യത്തിൽ തന്നെ ഹാപ്പിയാണ്. അല്ല ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് മാത്രമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളും ചെയ്തു തരണമല്ലോ. അപ്പൊ നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിയിച്ചാലല്ലോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അത് ഡീൽ ചെയ്യാം. കുഴപ്പമില്ല, അത് അങ്ങനെയൊക്കെ സെറ്റാക്കാം നമുക്ക്. ഓക്കെ. അപ്പൊ ഞങ്ങളെന്നാ മീറ്റിങ്ങിന് ഒന്ന് പോയിട്ട് വരാം. പോയിട്ട് വന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു. അല്ല അണ്ണൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അണ്ണനെ കൂടി വന്നിട്ട് വിചാരിച്ചിട്ടാണ്. ഓ ഓക്കെ. നിങ്ങളുടെ അണ്ണനല്ലേ? എല്ലാ അണ്ണന്മാരാണല്ലോ. ചന്ദ്രനെ അണ്ണാന്ന് വിളിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കണ കേട്ടാ. അപ്പൊ നിങ്ങൾ എങ്ങനെ വിളിക്കും? ചന്ദ്ര അണ്ണാന്ന് വിളിക്കുമോ? പോലെ അണ്ണാന്ന് വിളിക്കല്ലേ? അയ്യോ ആലോചിക്കാൻ പോലും വയ്യ അപ്പ എനിക്ക്. ചന്ദ്രന്റെ അല്ലടാ, എന്നാലും ഇങ്ങനൊരു ഇത്രയും പേരെ ഒരുമിച്ചൊരു കൂട്ടമായിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത്
ഒരു ഈസി ടാസ്ക് അല്ല, മനസ്സിലായ? ഇതുപോലെ വന്നിട്ടുള്ളതാണ് ഗൈസ് ഇവിടുത്തെ എല്ലാരും ഒക്കെ തന്നെ. ഇപ്പോഴൊക്കെ പറഞ്ഞത് നമ്മളാരെയും ചെറുതായിട്ട് കാണണ്ട. ഇതുപോലെ വന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ബെല്ലാരിയും അന്തേരിയും ഒക്കെ. ഇന്ന് ഗ്യാങ് ആയിട്ട് കളിക്കണ എല്ലാവരും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ വന്ന ആൾക്കാരാണ്, മനസ്സിലായോ? അപ്പൊ വരാന്ന് പറഞ്ഞായിരുന്നു. അല്ല അണ്ണൻ ഇനി നമ്മൾ BGM ഇട്ട് കൊടുക്കണോ ഇങ്ങോട്ട് വരുന്നതിന്? അതാണ് സൗണ്ട് കേട്ട് ഇല്ല അതല്ല. അത് പറഞ്ഞപ്പോഴേ ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ച കേസ്. ഇപ്പൊ നമ്മുടെ TV-ക്കകത്ത പ്രശ്നമൊക്കെ മറ്റേ ബിഗ് ബോസിലെ അടിയൊക്കെ റിയാക്ട് ചെയ്യണത് പോലെ ലോകത്തുള്ള ആൾക്കാരൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് അതിന്റെ ഒപ്പീനിയനും സജഷൻസ് ഒക്കെ പറയാല്ലേ? ഇപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ട്, മനസ്സിലായേ? എന്നെ ഒന്ന് അവിടെ